ഹായ്. സ്കൂളിൽ പോവാ? സന്തോഷാണോ? സ്കൂളിൽ പോവാ? സ്കൂളിൽ പോവാ? ആർ യു റെഡി? ഗുഡ് ബോയ്. ബൈ പറഞ്ഞേ. സിയോ. ഒരു ഫ്ലൈങ് കിസ് തരുമോ? ഫ്ലൈങ് കിസ് തരുമോ? ഓ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സെപ്റ്റംബർ 15 ഡാഡിയുടെയും മമ്മിയുടെയും 40th വെഡിങ് ആനിവേഴ്സറി. അതിനോടൊപ്പം നമ്മുടെ ചാക്കോൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. ഞാൻ രാവിലെ വന്നത് ഗേറ്റ് തുറപ്പോൾ നല്ല മഞ്ഞ് കേട്ടോ. ഫോണിൽ എത്രത്തോളം വിസിബിളാണെന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷെ നല്ല അടിപൊളി മഞ്ഞായിരുന്നു. അമ്മ ഇന്ന് രാവിലെ പോയിട്ടോ. അപ്പോൾ 5:15 ഞാൻ എഴുന്നേറ്റു. കാരണം അമ്മയ്ക്ക് 5:30 ബസ്സിന് ടൗണിൽ പോകണമല്ലോ, KSRTC പോകണം. അപ്പം അമ്മേനെ ബസ് സ്റ്റോപ്പ് വരെ എനിക്ക് കൊണ്ടാക്കേണ്ട ജോലി എൻ്റെയാണ്. സോ ഞാൻ വേഗം എഴുന്നേറ്റ് ഡ്രസ്സ് മാറി ബ്രഷ് ചെയ്ത് അമ്മേനെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തു. വോയിസ് ഓവർ കൊടുക്കാനുള്ള കൊടുത്തു. എന്നിട്ട് വേഗം താഴെ വന്നു. എന്നിട്ട് എനിക്ക് അലക്കാനുണ്ടായിരുന്നു. കാരണം എനിക്ക് 2-3 ദിവസം ഇനി ഡ്യൂട്ടിയാണ്. ചാക്കോയ്ക്ക് കാവലിരിക്കാന്നുള്ളത്. ചാക്കോ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, പറഞ്ഞപ്പോൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ 2-3 ദിവസം ഇനി എനിക്ക് ഡ്യൂട്ടിയാണ്. സോ എനിക്ക് അലക്കും അതൊക്കെ കാര്യങ്ങളുണ്ട്. ഇന്നിനി എന്തായാലും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ അലക്കിയിട്ടു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ പിള്ളേർക്ക് ഇനി 2 പേർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ അവർക്ക് കൊടുത്തു വിടുന്നത്. ഇത് ഡാഡിക്കുള്ള കാപ്പി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എനിക്കുള്ള കാപ്പി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശമാവ് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്. ചാക്കോച്ചൻ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിയാനോ അല്ലല്ലോ, സൈൽ ഓഫ് എന്തൊരു സാധനം ഉണ്ടത്. അപ്പോൾ ഇത് കുട്ടി ദോശ ഉണ്ടാക്കുന്നുണ്ട്. പൊട്ടുകടല ചമ്മന്തിക്കാനുള്ള പൊട്ടുകടല വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്കോയ്ക്കും തോമൂനും കുട്ടി ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചാക്കോയുടെ ഫസ്റ്റ് ഡേ അല്ലേ, എങ്ങനെയാവും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ വേഗം പരിപാടികൾ തീർത്തു. കാരണം ചാക്കോനെ എനിക്ക് വിടണം, ചാക്കോനും തോമൂനും എനിക്ക് പാക്കപ്പ് ആക്കണമല്ലോ. അപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 7 ആയപ്പോൾ ദേ ദോശ ചുട്ടു, പൊട്ടുകടല ചമ്മന്തി അടിച്ചു വെച്ചു. ഇന്നലത്തെ കുറച്ച് സാമ്പാറും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതും ഓവനിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ആരും എപ്പോഴാണ് വന്ന് കഴിക്കാമെന്ന് പറയാൻ പറ്റില്ല. സോ വേഗം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ അടിച്ച തുണി ഇതേ വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഞാൻ വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പുറത്തെ സൈഡ് മമ്മിയും ഡിമ്പിളും ഡാഡിയുടെയും ഡ്രസ്സ് ഇടും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം ഞാൻ വെയിലത്ത് ഉണക്കി എടുക്കുകയാണ്, ആ കാറ്റ് കൊണ്ട് ഉണക്കാനായിട്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ളൊന്ന് അടിച്ച് കഴുകിയിടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ പട്ടികൾ ഇതിലെ കൂടെ നടക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ അവർ സാധിക്കുന്നതുമാണ്. അപ്പോൾ അതൊക്കെ വാരി വേസ്റ്റ് കുഴിയിലിട്ടിട്ട് നമ്മൾ ഇവിടെ ഫുള്ള് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങുമ്പോൾ മാക്സിമം കഴുകി വൃത്തിയാക്കി ഇടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 7:45 കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. തുണി അലക്കും, പിന്നെ അടിച്ചു വാരി തൂത്തെടുത്തു. പിന്നെ ഇതേ പിള്ളേർക്കുള്ള സ്നാക്സ് ബോക്സ് റെഡിയാക്കി. എന്നിട്ട് വേഗം മുകളിൽ പോയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെക്കും. ആദ്യം പൈപ്പിൽ വരുന്നുണ്ടോ നോക്കും, ഇല്ലെന്ന് കാണുമ്പോൾ വേഗം കെറ്റിലിൽ ചൂടാക്കി. തോമുൻ്റെ യൂണിഫോമും കാര്യങ്ങളും ഞാൻ തലേന്ന് എടുത്ത് നോക്കും. ഇനി ചാക്കോച്ചൻ്റെ എടുത്ത് നോക്കണുണ്ട്. അപ്പൻ്റെ മക്കൾ നല്ല ഉറക്കമാണ്. ഞാൻ മോളി വന്നപ്പം ഏകദേശം ഒരു 8:05 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ആരെ അറിയിക്കാണ്ട് തോമുവിനെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴത്തെ ബാത്റൂമിൽ വെക്കുന്നുണ്ട് കേട്ടോ. അവനും അധികം പ്രശ്നം ഉണ്ടാക്കില്ല. മൺഡേ ആകുമ്പോൾ എല്ലാ പിള്ളേർക്കും ഉള്ള ഒരു ചൊറിച്ചിൽ അവനും ഉണ്ട്. പക്ഷെ വലിയ പ്രശ്നമില്ല. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോർമലായിക്കോളും. കുളിച്ചാലേ ഞങ്ങൾ ഓക്കെ ആവുള്ളൂ. അതുവരെ ഞങ്ങളിങ്ങനെ അത് ചോദിച്ച് ഇത് ചോദിച്ച് സ്കൂളിൽ പോകണോ, ഞാൻ ഹോംവർക്ക് ചെയ്തോ, ഇതൊക്കെ ആൾ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഹോംവർക്ക് ചെയ്തോ എന്നൊക്കെ ഉള്ള ഡൗട്ട് മൂപ്പർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളത് ഫ്രൈഡേ ചെയ്തില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. ഞാൻ തോമുനെ റെഡിയാക്കി വിട്ടാൽ എൻ്റെ ഫസ്റ്റ് ബാച്ച് കഴിയും. പിന്നെ ഇപ്പം പോകുന്നതിൻ്റെ ആ ഒരു 8:15 തൊട്ട് 8:45 വരെ ഡാഡിക്കും. അപ്പോൾ അതേ തോമും ഇടയ്ക്ക് ഫോണിൽ കുറച്ച് സൗണ്ട് വെച്ചപ്പോൾ അത് കുറയ്ക്കാൻ പറയാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതേ പല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഡൈവേർട്ട് ചെയ്യണം മൈൻഡ്. ഇല്ലെങ്കിൽ ആൾ ചിലപ്പം ഒന്ന് ഇറക്കി നോക്കും, സ്കൂളിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. വർത്താനം പറഞ്ഞ് നിന്ന മൂപ്പര് ഓക്കെയാണ് കേട്ടോ. അതും കേട്ട് അവിടെ നിന്നോളും. ലോകത്തില്ലാത്ത കഥയൊക്കെ നമ്മൾ ഉണ്ടാക്കി പറയുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മുടെ ജോലി. മിക്ക അമ്മമാരുടെ അവസ്ഥ ഇതായിരിക്കും. റെഡിയാക്കുന്ന സമയത്ത്
എങ്ങനെയെങ്കിലും പറഞ്ഞ് റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചാക്കോ എനിക്കൊന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ലേറ്റായിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൻ ഒരു 7:45 ആകുമ്പോൾ എണീക്കുന്നതാണ്. ഇന്ന് എണ്ണീറ്റില്ല ചേട്ടൻ ആലോചിച്ചിരിക്കുകയല്ല, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എണ്ണിപ്പിക്കാമെന്നില്ല, കാരണം ഇനി നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച അന്നത്തെ ദിവസം പോക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തോന്നിനെ റെഡിയാക്കി ഡാഡിയോട് വിടാമെന്ന്, കാരണം ഡോൺ ചേട്ടനും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം ചാക്കോച്ചൻ ഉറക്കത്തിൽ കരച്ചിലും മേളമൊക്കെ ആയിരുന്നു, ഒരാഴ്ചയായിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടനും ഉറക്കമില്ല, എനിക്കും ഉറക്കമില്ല. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ വേഗം റെഡിയാക്കുകയാണ്. അപ്പോൾ തോമുന് തലയിൽ കുറച്ച് ചൂടുകുരുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇറിറ്റേഷൻ. ഡോൺ ചേട്ടന് ഇടയ്ക്ക് ഇങ്ങനെ ചൂടുകുരുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് മോനും. അപ്പോൾ ഈ നിൽക്കുന്ന സമയത്താണ് ഓരോന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, ചെവിയും കണ്ണും കാതും ഒക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ അവനെ റെഡിയാക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ ആരും എണ്ണീറ്റിട്ടില്ല, ഞാനും ഡാഡിയും തോമും മാത്രമേ ഇപ്പോൾ എണ്ണീറ്റിട്ടുള്ളൂ. ഇനിയും പോയി അവനോട് കുറച്ച് നേരം സോഫയിലിരിക്കും. അപ്പോൾ ഞാൻ അവനൊരു ചോക്ലേറ്റ് ഡ്രിങ്ക് പോലെ പാലിൽ, നമ്മുടെ നോർമൽ പാലിൽ കൊടുക്കും കേട്ടോ. ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല, മടിയൊക്കെ വരും. അപ്പോൾ ഇന്ന് ഞാൻ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഞങ്ങൾ കറക്റ്റ് ഒരു 8:15-നും 8:20-നും 25 ഞങ്ങൾ താഴെ വരും. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ 2 പേരുടെയും ബാഗും സ്നാക്സ് ബോക്സും ഒക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡാഡി പത്രം വായിക്കുന്നുണ്ട്. അങ്ങനെ വേഗം ഞാൻ ഡാഡിയോട് പറഞ്ഞു ഡാഡി ഒന്ന് കൊണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഡാഡി പോയി വേഗം റെഡി ആയിട്ട് വന്നു, ഡ്രസ്സൊക്കെ മാറി. ഇനി അവനെ കൊണ്ട് ആക്കൽ ഡാഡിയുടെ ജോലിയാണ് കേട്ടോ. മാക്സിമം ഡോൺ ചേട്ടൻ കൊണ്ടാക്കാൻ ശ്രമിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഡോൺ ചേട്ടൻ എണ്ണിക്കാത്തത്, ക്ഷീണം കാരണം. അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ ഒരു 8:15 ആകുമ്പോഴെങ്കിലും എണ്ണിക്കും കേട്ടോ. അങ്ങനെ ഡാഡിയും മോനും റെഡിയായി പോവാണ് കേട്ടോ. അപ്പം ഞാൻ പാല് കുടിക്കുമ്പോൾ അവന് വയറ് നിറയും. പിന്നെ അവിടെ ചെന്നൊരു 10:30 ആകുമ്പോഴത്തേനും അവനൊരു സ്നാക്സിൻ്റെ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതിൽ കഴിച്ച് അവൻ സെറ്റായിക്കോളും. പിന്നെ വന്നിട്ട് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അവൻ പോയി. അങ്ങനെ ഫസ്റ്റ് ബാച്ചിനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ചിനെ വിട്ടതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. അപ്പോഴത്തേനും മമ്മി എണ്ണീറ്റ് വന്നു. അപ്പോൾ മമ്മി ഡാഡിക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് 2 പേർക്കും വേണ്ടി അവർ സ്വരുക്കൂട്ടിയെ കുറച്ച് എന്താ പറയുക, അവരുടെ സമ്പാദ്യം കുറച്ച് എടുത്താണ്. അപ്പം ഡോൺ ചേട്ടനെ നിന്ന് ഉപദേശിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഡോൺ ചേട്ടനെ. അപ്പോൾ ഡോൺ ചേട്ടൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണം. മമ്മി എന്തെങ്കിലും പറയണം, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ടാണോ പറയാം. അതിനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമായി തുടങ്ങി, കാരണം ചാക്കോച്ചനെ ഇനി കുളിപ്പിക്കണം. അതിനിടയ്ക്ക് ദോശ അവൻ കഴിച്ചു, ഭക്ഷണം കഴിച്ചായിരുന്നു. അങ്ങനെ റെഡ് മണിയാക്കി നിർത്തിയിട്ടുണ്ട്, കുളിപ്പിച്ച് സുന്ദരക്കുട്ടനായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ളത് മനസ്സിലായി, കാരണം പോവാം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പോവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താകും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഈ ഒരു വോയിസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മീൻസ് ഓൾറെഡി ഫിൽട്ടർ ചെയ്യാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പുറകിൽ ചാക്കോച്ചൻ്റെ ലീലാവിലാസങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ 2 പേരുടെയും കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അപ്പ ഒരുക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുടി ചീകി കൊടുത്തത് പോയി. അപ്പോൾ വീണ്ടും അപ്പ സുന്ദരനാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈശോയോട് പറഞ്ഞിട്ട് പോവാണ്, ഞാൻ സ്കൂളിൽ പോവാണ്, കുറുമ്പൊന്നും കാണിക്കരുത്, ഭക്ഷണമൊക്കെ കഴിക്കണം, അടുത്ത പിള്ളേരായിട്ട് ചൊറിയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സ്തുതിയൊക്കെ കൊടുത്ത്, ഈശോയ്ക്ക് സ്തുതി കൊടുത്തു. പിന്നെ സ്തുതി കൊടുക്കാൻ മൂപ്പർക്ക് മതിയായിട്ടോ. അപ്പം എല്ലാവർക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ് കേട്ടോ. പാച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം പാച്ചു ചേട്ടനായല്ലോ. ചേട്ടനായതിൻ്റെ പേരിൽ പാച്ചു ആണിപ്പം ചാക്കോച്ചനെ ആനയിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു, അവനെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചാക്കോച്ചനെ നോക്കിക്കോണം. ഞാൻ ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ബ്രേക്ക് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ചാക്കോ പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. അങ്ങനെ ഞാനും ചാക്കോയും പാച്ചു ഡോൺ ചേട്ടനും കൊണ്ട് സ്കൂളിലോട്ട് പോയി. നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ പാച്ചു ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു, ഇവൻ നിൽക്കും എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ മേരിയം മാം അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മാം എല്ലാവരെയും, മോസ്റ്റ് ഓഫ് ദി പിള്ളേരെയും മാം ഒരു വാം ഹഗ് കൊടുത്തിട്ടാണ് എൻട്രി ചെയ്യുക. അപ്പോൾ ആദ്യം അവന് ആ പ്ലേ ഏരിയ നല്ല പരിചയമുണ്ട്, ഇവരെ വിളിക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറയാം, അല്ല അകത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോകാനുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് മൂപ്പര് പോകുന്നുണ്ട്. അപ്പോൾ അവൻ ചെന്ന സമയത്ത് അസംബ്ലിയുടെ ടൈമായിരുന്നു കേട്ടോ.
ഭയങ്കര സന്തോഷത്തിൽ ചെന്നു. നമ്മുടെ ചാക്കോച്ചൻ അങ്ങനെ സക്സസ്ഫുള്ളി ഒരു ഡേ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, കരയാണ്ട് ഓക്കെ. അപ്പോൾ അത് ചേച്ചിമാർ ചെല്ലുമ്പം തന്നെ ബാഗൊക്കെ വാങ്ങിച്ച് അവനവൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോകുക, അങ്ങനെയാണ്. അപ്പോൾ അപ്പനെ പാട്ടൊക്കെ കേൾപ്പിക്കുക, പാട്ടുണ്ട്, ഒരു ചിയർ ചെയ്യാനുള്ള പാട്ടുകളാണ് കൂടുതലിടുക, അതായത് നല്ല ഫാസ്റ്റ് നമ്പർ സോങ്സൊക്കെയാണ് ഇടുക. അപ്പോൾ ചാക്കോ നോക്കുകയാണ്, ഇതിപ്പോൾ ഞാൻ സ്കൂളിലല്ലേ വന്നത്, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ മൂപ്പര്, എന്താ ചെയ്യേണ്ടത്, ഡാൻസ് കളിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് അസംബ്ലിയിൽ നിന്നോട്ട്. ഞാനിതൊന്നുമല്ല പ്രതീക്ഷിച്ചത്, കറങ്ങി നടക്കുമെന്നാണ് വിചാരിച്ചത്. കറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ ഒരു ഒരു ന്യൂ കമർ എന്നുള്ളൊരു ഇത് അവനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോ അവിടെ നിന്ന് പിള്ളേരുടെ ഓരോ മൊമെൻറ്റ്സും ശ്രദ്ധിക്കുകയാണ്. ഇതെന്താണ് ഇവരെല്ലാം ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത്, അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ മൊത്തം നോക്കുകയാണ്, ഓടി നടന്ന് നോക്കി, ആദ്യം കുറച്ച് നേരം നിന്ന് നോക്കി, എന്താണെന്ന് നോക്കി. പിന്നെ പരിചയമുള്ള പാട്ട് വന്നപ്പം ഒന്ന് ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹം വന്നു. പക്ഷേ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ അത് നിൽക്കുകയാണ്, കുട്ടപ്പനായിട്ട് കൈയും കെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ അവനിഷ്ടമുള്ള പാട്ട് വന്നപ്പോൾ അവൻ ലൈവായിട്ടോ മനസ്സിലായി, എൻ്റെ പാട്ടൊക്കെ വരുമെന്ന് മനസ്സിലായപ്പോൾ ഓടിച്ചാടി നടക്കുക. അപ്പോൾ കുറേ പേര് വിഷ് ചെയ്തിരുന്നു കേട്ടോ ചാക്കോൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വിഷസിനൊക്കെ ആയിട്ട്. അപ്പോൾ അച്ചുവിന് ആകെ ടെൻഷൻ, ചാക്കോ പോവോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഡിവൈൻ വായോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേർ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ അസംബ്ലി ടൈമാണിത്. അപ്പോൾ പാച്ചു എന്നുണ്ടോ ചാക്കോച്ചനെയാണ് നോക്കുക. ചാക്കോച്ചനെ മാം കൊണ്ട് ഫ്രണ്ടിൽ നിർത്തുന്നുണ്ട്. മാം കൊണ്ട് നിർത്തിയെങ്കിലും ചാക്കോ പിന്നെയും പാച്ചുവിൻ്റെ അടുത്ത് വന്നു. പക്ഷെ അവൻ പാച്ചുവിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് നിൽക്കുന്നില്ല, ഇങ്ങനെ ഓടി നടന്ന പിള്ളേരെ കാണുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതെ അവൻ്റെ ക്ലാസ്സിലെ കുട്ടി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അവൻ ഇന്ന ആൾ സെറ്റെന്നൊന്നുമില്ല, എല്ലാവരുടെ കൂടെയും സെറ്റ് കൂടി കളിക്കുകയൊക്കെയാണ് കേട്ടോ. അതേ കണ്ടോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചേട്ടൻ ഇരുന്നിട്ട്. അവർ ഭയങ്കര ആ ഒരു ലാസ്റ്റ് ലൈനിൽ നിൽക്കുന്ന ഇവൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതേ പാച്ചുവിൻ്റെ കൂടെ ഡാൻസ് കളിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, പാട്ട് കഴിഞ്ഞു എന്ന് പറയുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു വാമപ്പ് സെക്ഷൻ ഉണ്ട്, ഡാൻസ് കളിക്കും, പിന്നെ പ്രെയറുണ്ട്, വാമപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ പരതി നടക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതേ ചേച്ചിയുടെ അടുത്ത് വന്നു, ചേച്ചിയുടെ അടുത്ത് വർത്താനം പറഞ്ഞു. ചേച്ചി പണങ്ങിയിരിക്കുകയായിരുന്നു, ടോയൊക്കെ കൊടുത്തിട്ട് ഉമ്മ കൊടുക്കുക. ചേച്ചി വിചാരിക്കുന്നത് എന്തിട്ട് ക്രാവാന്ന് വിചാരിക്കണ്ടായിരിക്കും. അപ്പോൾ ഇത് അടുത്ത കഴിഞ്ഞു. ഇനി ചാക്കോൻ്റെ അടുത്ത് പാച്ചുവിൻ്റെ അടുത്ത് പിന്നെയും പോവാണ്. കെട്ടിപ്പിടിക്കും, പാച്ചുവിനെ പോയി കെട്ടിപ്പിടിക്കും. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരുള്ള കളികളായിരിക്കും മൊത്തം അവിടെ ഉണ്ടാവുക. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ ക്ലാസ്സിലെത്തി ടീച്ചറിൻ്റെ മാമിൻ്റെ കസേരയിൽ തന്നെ ആദ്യമേ പോയി കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു പ്ലേ ഗ്രൂപ്പാണ്. സോ അങ്ങനെ സ്ട്രിക്റ്റ് ക്ലാസ് അങ്ങനെയൊന്നുമല്ല, പക്ഷേ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഓരോന്ന്, ഇപ്പോൾ കുറച്ച് നേരം ഗെയിം, കുറച്ച് നേരം അവരുടെ ആക്ടിവിറ്റി, അങ്ങനെയൊക്കെ ആയിട്ട്, അതായത് അവർക്ക് ഇത് കുറേ നേരമായാലോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് മടുത്തല്ലോ എന്നുള്ളൊരു തോട്ട് കൊടുക്കില്ല. ഇതാണ് എനിക്ക് ഇവരിൽ കൂടുതലും ഇഷ്ടമായുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടമാവും പോവാനായിട്ടും ഒക്കെ. അപ്പോൾ റൈംസ് ചൊല്ലി തുടങ്ങിയപ്പോഴത്തേനും ചാക്കോ വന്ന് നിന്നു. കാരണം ചാക്കോയ്ക്ക് നല്ല കേട്ട് പരിചയമുള്ള റൈംസും അപ്പം അതിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുകയും ആടുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവൻ്റെ ഫസ്റ്റ് ഡേ ആണ്. സോ അവന് കരയാൻ വാശി. നാളെ എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്നത്തെ കാര്യം അവന് വളരെ നല്ല കുട്ടിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ പറയുക, ഇത്രയും ചെറുപ്പത്തിൽ നമ്മുടെ പിള്ളേരൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് സ്കൂളിലൊക്കെ പോയെങ്കിലും അവൻ ഒരു വളരെ ചെറുപ്പത്തിൽ പോയി വളരെ ഹാപ്പി ആയിട്ട്. എൻ്റെ മക്കളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി പുറത്തുള്ളവരുടെ മക്കൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും ആരും കമ്പയർ ചെയ്തുകൊണ്ട് വരണ്ട. ഞങ്ങൾ 5-6 പ്രസവിച്ചതെന്നൊന്നും പറയണ്ട. ഞാൻ ആകെ 2 പ്രസവിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആ 2 പ്രസവിച്ചതിൻ്റെ പിള്ളേരുടെ കഥയെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ചിലർക്ക് അതൊക്കെ കേട്ടാൽ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഇതേ മാം തകൃതിക്ക് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി ആക്ടിവിറ്റി ചെയ്യുന്ന സമയമാണ്. അവരപ്പോൾ ഐ ആണ് ലെറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് റിപ്പീറ്റായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഇതൊന്നുമല്ല. എന്താണ് ജാക്കോ വാക്ക് പറഞ്ഞോ? ആരെ വഴക്ക് പറഞ്ഞേ? സാരമില്ല, കിടന്നോ. അപ്പോൾ ചാക്കോയ്ക്ക് ഉറക്കം വന്നിട്ട് വയ്യാട്ടോ. എന്നോട് ഇടയ്ക്ക് വന്ന് വർത്താനം പറയുന്നതാണ്. അപ്പോൾ അതേ മാമിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് സ്കൂളിലാണ് കൂടുതലും ഇഷ്ടമായത്. പിള്ളേരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ പിള്ളേർക്ക് ഇഷ്ടമാവും. വാശി പിടിത്ത് ഓമൊക്കെ വേഗം അവിടെ അഡ്ജസ്റ്റഡ് ആയിട്ടോ. അപ്പോൾ ചാക്കോയ്ക്ക് ആദ്യം മാം ഒരു ട്രയൽ കൊടുത്തു.
എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യം ആ റിങ്ങൊക്കെ എടുത്തുകൊണ്ട് പോയെങ്കിലും മാം പറഞ്ഞു വെയിറ്റ് ചെയ്താൽ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ ആദ്യം അവൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് തന്നെ ചെയ്തു കേട്ടോ. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതെ അവന് സംഭവം മനസ്സിലാവണില്ല. അപ്പം മാം പിടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ശരണ്യ മാമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ ആളുടെ പേര് എനിക്കറിയില്ല കേട്ടോ, സോറി. എന്തായാലും വളരെ നല്ല, അവനിഷ്ടമായി. എന്തായാലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൻ. അങ്ങനെ ദേ ചാക്കോ ഇനി തന്നെ ചെയ്യാൻ പോവാണ് കേട്ടോ. തന്നെ ചെയ്ത ഷോർട്സ് നിങ്ങൾ ആദ്യം ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വോയിസിൽ. പിള്ളേരായാലും അവരിപ്പോൾ യൂസ്ഡ് ആയല്ലോ. ജൂൺ തൊട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ 3 മാസത്തെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതേ ചാക്കോനെ മാം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചാക്കോനെ ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാനിരിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രയറിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ഒരു റുട്ടീനാകും പിള്ളേരിലേക്ക്. അതൊരു നല്ലൊരു ശീലമായിട്ട് മാറും. അങ്ങനെ അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞവർക്ക് പ്ലേ ടൈമാണ്. റൈഡ് ഓണിൽ ഹാളിൽ, നമ്മൾ അസംബ്ലി നടന്ന ഹാളിൽ കുറച്ച് നേരം അവരെ ചുറ്റിക്കും. അപ്പോൾ ഇത് മേരി മാം എനിക്ക് അവൻ എന്ത് ചെയ്യാമെന്നുള്ളത് കാണിക്കാനായിട്ട് എടുത്തതാണ്. ഞാൻ കുറച്ച് നേരം ക്ലാസ്സിൽ ഇരുന്നുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി വന്നു, അവൻ കാണാണ്ട് ഇറങ്ങി വന്നു. പക്ഷേ വിചാരിച്ചൊരു പ്രശ്നം ഉണ്ടായില്ല. അവൻ വളരെ ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോൻ്റെ ഒരു അടിപൊളി ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചാക്കോൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന്. എന്തായാലും ഒരുപാട് സന്തോഷം. ചാക്കോനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടെന്നറിഞ്ഞതിൽ. അപ്പോൾ ഇതുപോലെ തന്നെ വഴക്കൊന്നും ഉണ്ടാക്കാണ്ട് ഹാപ്പി ആയിട്ട് അവനവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെതായ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം ഒക്കെ. അധികം പ്ലാൻ ചെയ്യാതിരിക്കുന്നതും നല്ലതാണ്, എന്നാലും സാരമില്ല. അങ്ങനെ എല്ലാവരെയും പെറുക്കി കെട്ടി ഡോൺജൻ ആദ്യം തോമുവിനെ ഇപ്പോൾ എടുത്തിട്ട് ഫസ്റ്റ് സ്കൂളിൽ വന്നിട്ട് എന്നെയും പിള്ളേരെ എടുത്തിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. ചാക്കോയ്ക്ക് ഒരു താല്പര്യമില്ലായിരുന്നു വരാനായിട്ട്. പിന്നെ അപ്പ വന്നതിൻ്റെ പേരിൽ അപ്പയ്ക്കൊരു വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി ഞങ്ങളുടെ കൂടെ ഇരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നമുക്കൊരു വ്ളോഗായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ് കേട്ടോ. താങ്ക് യു.